പരീക്ഷകൾ പിന്നെ എല്ലാവരും പാസ്സാകുന്നു. അപ്പൊ പിന്നെ എന്തിനാ ഈ പരീക്ഷ നടത്തുന്നത്? പിന്നെ എല്ലാവരും പാസ്സാകുന്നതിന് കാരണം ഈ ഓൾ പ്രൊമോഷൻ സിസ്റ്റമാണ്. എല്ലാവരും ഇങ്ങനെ കയറ്റി വിടുകയാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? ഇതല്ലേ നിലവാരം ഇടിക്കുന്നത്? അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നു. ഗ്രേഡിങ് വേണോ? നമുക്ക് മാർക്കിലേക്ക് തിരിച്ചു പോയാൽ എന്താ? അതല്ല ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് കുട്ടിയെ വിലയിരുത്താൻ മാർക്കുകളെല്ലാം സഹായിക്കുക. ഗ്രേഡുകൾ അങ്ങനെ കൃത്യമായൊരു വിലയിരുത്തലാണോ? അതിന് വസ്തുനിഷ്ഠതയുണ്ടോ? അതുപോലെ ഒരു വലിയ ഒരാൾ പറയുന്നത് കേട്ടു, അതായത് SSLC A+ കിട്ടുന്ന കുട്ടികൾക്ക് പോലും അവനവന്റെ പേരുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് തെറ്റുകൂടാതെ എഴുതാനും പറ്റുന്നില്ല. A+ കിട്ടിയവർക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങൾ അതിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരുപാട് വിഷയങ്ങൾ, മാതൃഭൂമിയിൽ നടക്കുന്ന ഭാഷാ സംവാദം നമുക്ക് എല്ലാവരും താല്പര്യത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും നമ്മളിപ്പോൾ ഇതിലേക്ക് പ്രത്യക്ഷമായി കൊണ്ടുവരുന്നില്ല. പകരം പരീക്ഷ അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റി ചില ചർച്ചകൾ പല കേന്ദ്രങ്ങളിൽ നിന്നായി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ചർച്ചകൾ അതുപോലെ പ്രയോഗത്തിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആമുഖമായി തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം എന്തിനാണ്, വിദ്യാഭ്യാസത്തിന്റെ രാഷ്ട്രീയം എന്താണ്, ആ രാഷ്ട്രീയം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാഠ്യപദ്ധതികൾ, ഇതപര്യന്തമുള്ള സർക്കാർ ഇടപെടലുകളൊക്കെ എന്തൊക്കെയായിരുന്നു, അതിലൊക്കെ പരിഷത്ത് വഹിച്ച റോളും നിലപാടും എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പല രീതിയിൽ നിർവചിക്കാം. ഞാൻ ഒരു തരത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രം, കുട്ടിക്ക് തന്നെക്കുറിച്ചും അതുപോലെ താൻ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് അറിയാൻ പറ്റണം. അങ്ങനെ അറിയുന്നതിലൂടെ സ്വയം മാറാനും അതുപോലെ സമൂഹത്തെ മാറ്റാനും നാളെ കഴിയണം, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ പങ്കുവയ്ക്കാനും വേണ്ടി കഴിയണം. അതാണ് നേരത്തെ സാറ് പറഞ്ഞ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല, വ്യക്തിയും സമൂഹവും തമ്മിൽ ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കാൻ. വ്യക്തിയെ വളർത്തുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് സമൂഹത്തിൽ മാറ്റം വരുത്താൻ കൂടി സാധിക്കുന്ന രീതിയിൽ ഒരു സാമൂഹ്യമായ ധർമ്മം കൂടി വിദ്യാഭ്യാസത്തിന് നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. പക്ഷെ ഇന്ന് എല്ലാവർക്കും ഈ പറയുന്ന റോള് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്നത്തെ അന്തർദേശീയ സാഹചര്യങ്ങൾ, ആഗോള സാഹചര്യങ്ങൾ, ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല പല തീരുമാനങ്ങൾ, പല പല ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ ആത്യന്തികമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, പല റിസൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗം വീണ്ടും വീണ്ടും അരികുവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥമായ ഗുണം, നേരത്തെ സാർ ഇവിടെ പറഞ്ഞു, അതിൻ്റെ ഗുണതയെക്കുറിച്ച് പറഞ്ഞു, അതിലുണ്ടാവേണ്ട തുല്യതയുടെ ഒരു ഘടകത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പറയുന്നതൊന്നും തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും ഒരുപോലെ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് മൊത്തത്തിൽ ഉള്ളത്. അപ്പൊ ഈ സാഹചര്യത്തെ മാറ്റുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഗുണതയുള്ള വിദ്യാഭ്യാസം തുല്യമായ രീതിയിൽ തുല്യതയോടുകൂടി ലഭിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, അതിനെതിരായിട്ടുള്ള നിലപാടുകളെയും നീക്കങ്ങളെയും ചെറുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം നമുക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സമീപിക്കേണ്ടത്. ആ രാഷ്ട്രീയം മുന്നിൽ വെച്ചാണ് 57-ലെ കെയ്യ അന്ന് മാനേജർമാരുടെ അവകാശങ്ങൾ നിയന്ത്രിച്ചത്. അതുപോലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം കമ്പൽസറി ആണെന്ന് പറഞ്ഞ 57-ലെ കെയ്യാൻ പറയുന്നുണ്ട്. കമ്പൽസറിയാണ്. ആ കമ്പൽസറിയായ വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷിതാവ് തയ്യാറാവുന്നില്ലെങ്കിൽ
രക്ഷിതാവ് ശിക്ഷ പിന്നെ നേരിടേണ്ടി വരുമെന്നടക്കം ആ KER പറയുന്നു. അപ്പോൾ മാനേജർമാരെ മുക്കുകയറിടൽ മാത്രമല്ല, രക്ഷിതാക്കൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കുറ്റമാണ്. അപ്പൊ ആ രീതിയിൽ വിദ്യാഭ്യാസത്തെ സാർവത്രികവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു 57 വിദ്യാഭ്യാസ നയം KER എന്ന് പറയുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ഓരോ നീക്കങ്ങൾ ഞാൻ വിശദമായിട്ട് ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ പറയേണ്ട കാര്യമില്ല. 90ഓടുകൂടി നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ഈ ഒരു ചില ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രാപ്യത എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യം കുട്ടിയുടെ ഏറ്റവും അടുത്തുണ്ടാവുക, സ്കൂളുണ്ടാവുക. അതുപോലെ സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കുട്ടി നിലനിൽക്കുക, പഠന തുടർച്ചയുണ്ടാവും. അങ്ങനെ ഒരു 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ ഒക്കെ കുട്ടി എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ പ്രാഥമികമായ കാര്യമാണ്. കുട്ടി സ്കൂളിലെത്തുക, തുടർച്ചയായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം കുട്ടിക്ക് കിട്ടുക. അപ്പം ഇപ്പറയുന്ന പ്രാഥമിക ലക്ഷ്യങ്ങൾ ആണ് നമ്മൾ ആദ്യം ലക്ഷ്യമിട്ടത്. അത് 90കളോടുകൂടി നമ്മൾ ഏതാണ്ട് നേടിക്കഴിഞ്ഞു. പക്ഷെ 90കൾക്ക് ശേഷം പിന്നീട് നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കണം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും സ്കൂളിലെത്തുകയും എല്ലാവരും 12ാം ക്ലാസ് വരെയോ 10ാം ക്ലാസ് വരെ പഠിക്കുകയും ചെയ്യുമ്പോൾ ആ പഠിക്കുന്ന എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടണം. എല്ലാവർക്കും കിട്ടണം, ഏതാനും ചിലർക്കല്ല, എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. അത് നമ്മുടെ ആദിവാസി മേഖലയായാലും തീരപ്രദേശമായാലും ഏത് പ്രദേശത്ത് വരുന്ന, ഏത് സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് വരുന്ന, ഏത് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഏറ്റവും ഗുണതയോട് തുല്യമായ രീതിയിൽ കിട്ടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമികമായ ശ്രമമായിരുന്നു നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. 97 പാഠ്യപദ്ധതി പരിഷ്കരണം നമ്മൾ എടുത്ത് നോക്കിയാൽ കുട്ടിയുടെ ഭാഗത്ത് നിന്ന്, നേരത്തെ സാർ അത് പറഞ്ഞു, കുട്ടികളുടെ ഭാഗത്ത് നോക്കണം. അപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസത്തെ കാണുകയും കുട്ടിക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ രൂപകൽപ്പനയും ചെയ്ത ഒരു പാഠ്യപദ്ധതിയായിരുന്നു, അല്ലേ? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങൾ, കുട്ടികൾക്ക് പറ്റിയ ആക്ടിവിറ്റികൾ, അവരെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് റൂം പ്രക്രിയകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് റൂമിലെ പിന്തുണകൾ, ഇതെല്ലാം നിർണയിച്ചുകൊണ്ട് കുട്ടിയുടെ പക്ഷത്ത് നിന്ന് വിദ്യാഭ്യാസത്തെ അവന് ലഭ്യമാക്കുന്ന രീതിയിലുള്ള, ഗുണപരമായി അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള, തുല്യമായ അവസരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമികമായ, നേരത്തെ നമ്മൾ നടത്തിയത് മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലാണ്. ഇത് അക്കാദമികമായിട്ട് ക്ലാസ് മുറിയുടെ ഉള്ളിലടക്കമുള്ള പ്രക്രിയ എങ്ങനെ ഇതിനെ അനുഗുണമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും, ആ ശ്രമമാണ് 97 അല്ലെങ്കിൽ 2007 പാഠ്യപദ്ധതിയായാലും ഇപ്പോൾ 2023 കേരള പാഠ്യപദ്ധതിയായാലും സർക്കാരുകൾ, പ്രത്യേകിച്ചും കേരളത്തിൽ ഇടത് സർക്കാരുകൾ വളരെ കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ ശ്രമങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ആയിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും പരിഷത്ത്, നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു, ആ കാര്യം കൂടുതൽ പറയേണ്ട കാര്യമുള്ളൂ. പരിഷത്ത് ഇതിന്റെ ഈ വിദ്യാഭ്യാസത്തിന് ഗുണത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും, തിരുവനന്തപുരത്ത് കുട്ടികൾക്ക് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായപ്പോൾ അതിൽ അക്ഷരവേദി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ, നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ വന്നു. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഒരു പഞ്ചായത്തിനകത്ത് സ്കൂളുകളെ ഏകോപിപ്പിച്ച് ഗുണത ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കും. അതിനുവേണ്ടി പഞ്ചായത്ത് സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വികസിപ്പിച്ചെടുത്ത് അതിൻ്റെ മാതൃകകൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിഷത്ത് ചെയ്ത ഔപചാരികമായാലും അനൗപചാരികമായാലും ഉള്ള ഒരുപാട് ഇടപെടലുകൾ ഈ സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രക്രിയയായിരുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ദിവാകരൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ നയങ്ങളിൽ വീഴ്ചകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജനപക്ഷ നിലപാടിലേക്ക് സർക്കാരുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ സ്വഭാവത്തോടു കൂടിയ ഇടപെടലുകളും പരിഷത്ത് നടത്തുകയുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് പരീക്ഷാ പരിഷ്കരണങ്ങളിൽ സമീപകാലത്ത് ഉയർന്നു വരുന്ന ചില ചർച്ചകളെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഗവൺമെന്റ് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി നമ്മൾ പറയുന്നില്ല. ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്, ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, ഭരണ തലത്തിലുള്ള ആളുകളിൽ നിന്ന് ഒക്കെ തന്നെ ചില അഭിപ്രായങ്ങൾ, ചില നിർദ്ദേശങ്ങൾ പത്രസമ്മേളനങ്ങളായാലും ചില സെമിനാറുകളിലായാലും ചിലപ്പോൾ അസംബ്ലിയിലടക്കമുള്ള ചില മറുപടികളിലായാലും ഒക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ
അതിലെവിടെയോ ചില ആപൽ സൂചനകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ആലോചനകൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായോ ഒരു തീരുമാനമായോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതിയായോ നാളെ വരികയാണെങ്കിൽ അത് നാളെ നമ്മൾ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൂചനകൾ കിട്ടുമ്പോൾ, അല്ലെ, ഇപ്പോഴൊരു ഒരു 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 വലിയ മലയിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, അതിന്റെ സൂചനകൾ വരും. ആ സൂചനകളെ യഥാസമയം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നു. ഇതെടുത്തില്ലെങ്കിൽ, ഇത് സംഭവിച്ചതിന് ശേഷം അയ്യോ നേരത്തെ ഇതിന്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ വേണ്ടത്ര ഗൗരവപൂർവ്വമായിട്ട് ഇതൊന്നും നോക്കിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവും. അപ്പൊ ചില ആപൽ സൂചനകൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ഇപ്പൊ സമീപകാലത്ത് പല പല കണ്ഠങ്ങളിൽ നിന്ന് വന്ന പല അഭിപ്രായങ്ങൾ. പരീക്ഷകള് എല്ലാവരും പാസ്സാകുന്നു, അപ്പൊ പിന്നെ എന്തിനാ ഈ പരീക്ഷ നടത്തുന്നത്? ഒരഭിപ്രായം ഇതാണ്. മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവരും പാസ്സാകുന്നതിന് കാരണം ഈ ഓൾ പ്രൊമോഷൻ സിസ്റ്റമാണ്, എല്ലാവരും ഇങ്ങനെ കയറ്റിവിടുകയാണ്, ഇതിന്റെ ആവശ്യം എന്താണ്, ഇതല്ലേ നിലവാരം ഇടിക്കുന്നത്, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നു. അതുപോലെ ഗ്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങൾ വരുന്നു. ഗ്രേഡിങ് വേണോ, നമുക്ക് മാർക്കിലേക്ക് തിരിച്ചു പോയാൽ എന്താ, അതല്ല ഏറ്റവും നല്ലത്, കൃത്യമായിട്ട് കുട്ടിയെ വിലയിരുത്താൻ മാർക്കുകളല്ലേ സഹായിക്കുക, ഗ്രേഡുകൾ അങ്ങനെ കൃത്യമായൊരു വിലയിരുത്തലാണോ, അതിന് വസ്തുനിഷ്ഠതയുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾ വരും. അതുപോലെ ഒരു വലിയ ഒരാൾ പറയുന്നത് കേട്ടു, അതായത് SSLC A+ കിട്ടുന്ന കുട്ടികൾക്ക് പോലും അവനവന്റെ പേരുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് തെറ്റുകൂടാതെ എഴുതാനും പറ്റുന്നില്ല. A+ കിട്ടിയവർക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പല പല കോണുകളിൽ നിന്ന് ഇങ്ങനെ ഒറ്റയും തെറ്റയുമായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, അത് പരിശോധിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓരോന്നായി എടുത്ത് പരിശോധിച്ചാൽ പരീക്ഷകൾ എല്ലാവരും പാസ്സാകുന്നു. അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ അത് പറയുന്നവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, പരീക്ഷ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതല്ല, അത് എല്ലാവരും പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല, അല്ലെ? അങ്ങനെ ഒരു ചിന്തയല്ല അത് വരുന്നത്. പരീക്ഷയിൽ എല്ലാവരും പാസ്സാകുന്നു, അത് തെറ്റാണെന്ന് പറയുമ്പോൾ പരീക്ഷ എന്ന് പറയുന്നതിൽ കുറെ പേര് തോറ്റേ പറ്റൂ. എല്ലാവരും പാസ്സാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരുന്നത്. കുറെ ആൾ തോക്കണമെന്ന് നേരത്തെ തന്നെ നമ്മളൊരു മുൻധാരണയിലെത്തേണ്ട കാര്യം എന്താണ്? അത് സംഭവിക്കാതിരിക്കുമ്പോൾ വലിയ ആകുലത ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയുടെ ദർശനം എന്ന് പറയുന്നത് അത് കുട്ടികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, കുട്ടികളെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്, കുട്ടികളെ പിന്തുണക്കുക എന്നുള്ളതാണ്. അന്നും പരീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പരീക്ഷ നമ്മൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നത് കുട്ടികളുടെ ദിവാരനോട് പറഞ്ഞല്ലോ, കുട്ടികളുടെ തെറ്റെന്താന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെൻസ് പരിപാടി ആയിരുന്നില്ല പരീക്ഷകൾ. മറിച്ച് കുട്ടികൾക്ക് എന്തറിയാമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി ചില കാര്യങ്ങളിൽ നമുക്ക് ചില പോരായ്മകളുണ്ടെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ അവസരം ഉണ്ടാക്കുകയും അങ്ങനെ തിരിച്ചറിയുന്ന ആ ഒരു കുട്ടിയെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണാ പരിപാടിയായിട്ടാണ് നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട്, ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ്. അപ്പൊ ആ നിലയിൽ കാണേണ്ട സ്കൂൾ തല പരീക്ഷകളെ നമ്മൾ കുറെ പേര് ഇതിൽ തോക്കേണ്ടതായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു, അതാണ് നല്ല പരീക്ഷാ സമ്പ്രദായം എന്ന രീതിയിൽ കാണുന്നതിന്റെ യുക്തി എന്താണ്? അപ്പൊ അതുകൊണ്ട് ഈ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പരിപാടികൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 25 വർഷം നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചോ, അത് എത്ര ഫലപ്രദമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പുനരാലോചന കൂടി നടത്താൻ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയേണ്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ഞാൻ നേരത്തെ പറഞ്ഞ ഓൾ പ്രൊമോഷനെ കുറിച്ചാണ്. കേരളത്തിൽ ഓൾ പ്രൊമോഷൻ ഉണ്ട്, ഇതാണ് വലിയ പ്രശ്നം എന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഓൾ പ്രൊമോഷൻ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഓൾ പ്രൊമോഷൻ എല്ലാവരെയും കയറ്റിവിടും. അങ്ങനെ ഒരു ഓൾ പ്രൊമോഷൻ സിസ്റ്റം കേരളത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഏതുവരെ? ആകെ ഉണ്ടായിരുന്ന ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചാക്കീരി പാസ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഓൾ പ്രൊമോഷൻ അല്ല, ചാക്കീരി പാസ് എന്ന സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് 1ാം ക്ലാസ്സിൽ നിന്ന് മുഴുവൻ പേരെ എന്ത് ചെയ്യാം, 2ാം ക്ലാസ്സിൽ കടത്തിയുള്ളൂ. അങ്ങനെ ഒരു ഓൾ പ്രൊമോഷൻ ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ 5ാം ക്ലാസ് വരെ കടത്തിവിടുന്ന ഓൾ പ്രൊമോഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മുഴുവൻ പേരെയും 12ാം ക്ലാസ് വരെ കടത്തിവിടുന്ന ഒരു ഓൾ പ്രൊമോഷൻ സിസ്റ്റം കേരളത്തിൽ ഇല്ല.
ചിലർ പറയുന്ന ഈ ചാക്കേരി പാസ് എല്ലാവരും കടത്തിവിടുന്നു. ചാക്കേരി പാസ് പോലും എല്ലാവരെയും കടത്തിവിടുന്ന ഒരു സംവിധാനം ആയിരുന്നില്ല. എപ്പോഴാണ് ചാക്കേരി പാസ് വന്നത്? 1972-73 ചാക്കേരി പാസ് സമ്പ്രദായം നടപ്പിലാക്കിയത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ 1 നിന്ന് മുഴുവൻ പേര് 2-ലെത്തുന്നു. 2 മുതൽ 7ാം ക്ലാസ് വരെ എത്ര ശതമാനം? 90% പേരെ പാസ്സാക്കണം. അതിൽ കുറവേ ഉണ്ടാവുള്ളൂ പലപ്പോഴും, പക്ഷെ അവരെ പാസ്സാക്കണം. 90% പേരെ പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ക്ലാസ്സിൽ നിന്നും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? 10% ആളുകൾ തോറ്റുകൊണ്ടേയിരിക്കും. അപ്പൊ 7ാം ക്ലാസ് വരുമ്പോൾ എത്ര ശതമാനം പോയി എന്നുള്ളത് ആലോചിക്കണം. പിന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിൽ നിന്ന് കുറച്ചുകൂടി മുറുക്കി പിടിക്കേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൂട്ടി, എത്ര? 80%. പിന്നെ 10ാം ക്ലാസ്സിലെ പരീക്ഷ. 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊന്ന് 40%ഒക്കെയാണ്, 35% അല്ലേ? നമുക്കതിൽ ഓർമ്മയില്ല, നമ്മൾ മറന്നിട്ടൊന്നുമില്ല. അതെ, പിന്നെ ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു 50% കൂട്ടിക്കോ, ഏറ്റവും കൂട്ടി. അപ്പൊ ഇത് നമ്മളൊരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ മനസ്സിലാവും എന്താണെന്നറിയോ? ഇങ്ങനെ ചാക്കേരി പാസിലൂടെ കുറെ ആളെ ഇങ്ങനെ പാസ്സാക്കണമെന്ന് വെച്ച് പാസ്സാക്കിച്ച് കൊണ്ടുവന്നാൽ തന്നെ 1ാം ക്ലാസ്സിൽ ചേരുന്ന 100 പേരിൽ എത്ര പേര് 10ാം ക്ലാസ്സിൽ എത്തുന്നറിയോ? 34 പേര്. പിന്നെ കണക്കൂട്ടി നോക്കാം, 34 പേര് 10ാം ക്ലാസ്സിൽ എത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ പലരും പല ഘട്ടങ്ങളിൽ തോറ്റു. ചിലർ 2ാം ചാൻസിലോ ചിലർ 3ാം ചാൻസിലോ ഒക്കെ പാസ്സായി വരുന്നുണ്ടാവും, കുറച്ച് പേര്. കുറേ ആളുകൾ എന്ത് ചെയ്യും? നാണക്കേട് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും, പിന്നെ പണ്ടത്തെ സ്ഥിതിയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു പണിക്കലും വിടും. അങ്ങനെ എത്രയോ ആളുകൾ ഈ ഒറ്റ കാരണം കൊണ്ട് തോക്കുന്നു എന്നുള്ള കാരണമാണ് അവരിങ്ങനെ വിട്ടുവിട്ടു പോകുന്ന ഒരു സ്ഥിതി കേരളത്തിലടക്കം ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ തോതിൽ കണ്ട് ഏറ്റവും കൂടുതൽ അവിടെയും തോക്കുന്ന 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെയാണ് തോറ്റു പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുട്ടികളെ തോൽപ്പിക്കുക എന്നുള്ള ഒരു നയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചാക്കേരി പാസ് പ്രകാരം തന്നെ 10ാം ക്ലാസ്സിലെത്തുന്ന 34%. ഇനി ആ 34% പരീക്ഷ എഴുതിയാൽ എത്ര ശതമാനം പാസ്സാവും? അതിന്റെ പകുതിയല്ല പാസ്സാവും. അപ്പോൾ 17% കുട്ടികളാണ് എവിടെയും തോൽക്കാതെ അവിടെ പാസ്സാകുക. കുറേ പേര് ഞാൻ ഈ പറഞ്ഞ മാതിരി തോറ്റ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൃത്യമായൊരു കണക്ക് പറയാം. അപ്പൊ കണക്ക് പറയുമ്പോഴാണല്ലോ നമുക്കതൊരു വ്യക്തത വരാം. 90-91 അന്ന് 1ാം ക്ലാസ്സിൽ ചേർന്നത്, ഇതിന്റെ വിവരങ്ങൾ പിന്നീട് നമുക്ക് തരാം. ഞാനൊന്ന് വായിച്ചു ഒന്ന് മാത്രം കണ്ടാൽ മതി. 6,1030 പേര്, റഫായിട്ട് 6 ലക്ഷം. അവര് 99-ലാണ് 10ാം ക്ലാസ്സിലെത്തുന്നത്. ഈ 6 ലക്ഷം ആൾക്കാർ 99-ൽ 10ാം ക്ലാസ്സിലെത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തോപ്പിച്ച് വന്നാൽ, അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ചെയ്താൽ ഏതാണ്ട് 4.5 ലക്ഷം ആൾക്കാർ, 6 ലക്ഷത്തിൽ 4.5 ലക്ഷം ആൾക്കാരാണ് എവിടെ എത്തുക? 10ാം ക്ലാസ്സിൽ. അപ്പൊ അതിനകം തന്നെ 1,46,505 പേര് ഇതിനകത്ത് പുറത്തു പോയി കഴിഞ്ഞു. ഇതൊരു കണക്കല്ല, ഇതൊരു സങ്കല്പമല്ല ഞാൻ പറയുന്നത്, നടന്ന കാര്യം പറയാം. 90-91 ബാച്ചിന് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 6,01,030 പേരുണ്ടായിരുന്നത് 1,46,505 പേര് പോയി അവസാനം ശേഷിച്ചത് 4,54,525 പേര്. അപ്പൊ അതിനകം ഒരുപാട് കുട്ടികൾ പിന്നെ കൊഴിഞ്ഞുപോയി. ആ കൊഴിഞ്ഞുപോയി അവരുടെ കണക്കെടുത്തപ്പോഴും നമുക്ക് മനസ്സിലായി അവിടെയാണ് പ്രശ്നം വരുന്നത്. പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ 1.5 ലക്ഷത്തോളം കൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു 24% വരും. ആ 20% ആളുകൾ നമ്മൾ എടുത്ത് അതിൻ്റെ ഇതേത് വിഭാഗത്തിൽപ്പെടുന്നവരാ നോക്കിയാൽ കാണുന്ന കാഴ്ച എന്താന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കുട്ടികൾ കൊഴിഞ്ഞിട്ടുള്ളത് ST വിഭാഗത്തിൽ നിന്നാണ്. 1ാം ക്ലാസ്സിൽ ചേർന്ന 100 ST കുട്ടികൾ ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോയപ്പോൾ 2000 ആ പറയുന്ന സമയമാകുമ്പോഴേക്കും 64% പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ തോൽപ്പിക്കപ്പെടുന്ന 20-10% എന്ന് പറയുന്നത് ആ വിഭാഗത്തിലുള്ളവരെ കൂടെ. SC വിഭാഗത്തിൽ നിന്ന് 36% ആളുകളും കൊഴിഞ്ഞുപോയി. 3-1 അവരും പോയി. മറ്റവര് 3-2 വിഭാഗം ഏതാണ്ട് പോയി. എന്നിട്ട് ഇവരെല്ലാം കൂടി 2000 മാർച്ചിൽ പരീക്ഷ എഴുതല്ലോ ബാക്കിയുള്ളവർ. ആ ബാക്കിയുള്ളവരിൽ അന്ന് ഞാൻ പറഞ്ഞ അന്നത്തെ SLC റിസൾട്ട് 2000 മാർച്ചിൽ 56.19, 56.19%. അതായത് 1ൽ ചേർന്നവരിൽ
ഇതിനകം പുറത്തുപോയവരെ കണക്കെടുത്താൽ 60.86% പേര് 10ാം ക്ലാസ്സോടെ ഈ പരീക്ഷയോടുകൂടി, ഇതിനകം എന്നല്ല, ഈ പരീക്ഷയോടുകൂടി പുറത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ SC വിഭാഗം എടുത്താൽ, നേരത്തെ പറഞ്ഞ ഈ ചെറിയൊരു ക്ലാസ്സിലേതും ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷ എല്ലാം കൂടി കഴിയുമ്പോൾ ഏതാണ്ട് SC വിഭാഗത്തിൽ 70%-ഓളവും, ST വിഭാഗത്തിൽ 85%-ഓളം കുട്ടികൾ ഒന്നുകിൽ അതിനകം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, തോറ്റുപോയിട്ടുണ്ട്. അപ്പൊ കൊഴിഞ്ഞു പോകുന്നവർ അവരായിരിക്കും കൂടുതൽ, തോൽക്കുന്നവരിലും അവരായിരിക്കും കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു അളവ് നോക്കിയാൽ ST വിഭാഗത്തിൽ 15% മാത്രമാണ് ഈ ചാക്കീരി അരിപ്പയിലൂടെ കടന്നു വന്ന് പരീക്ഷ പാസ്സായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരമൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ ഇതിൻ്റെ ഒരു അത്രയും രൂക്ഷമായിരിക്കില്ല ഒരു പക്ഷേ. ഇന്ന് അവരെല്ലാം സാമൂഹിക സാഹചര്യം കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ആവർത്തനം സംഭവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു അരിപ്പ സമ്പ്രദായം നമുക്ക് തിരിച്ചു കൊണ്ടുവരണോ, ഇത്തരം വിഭാഗങ്ങളെ പുറത്താക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബോധപൂർവമല്ല പക്ഷെ പുറത്തു പോകും, അങ്ങനെ അവർ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടിയാണോ നമ്മൾ ഈ വിദ്യാഭ്യാസ സംവിധാനം പരീക്ഷകളെയും പഠനത്തെയും ഒക്കെ ഈ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത്? അപ്പൊ അത്തരം ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാം. പിന്നെ ഈ കുട്ടികളെ തോൽപ്പിക്കരുത് എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ. ഇത് 2000-ലാണ് ഞാൻ പറഞ്ഞു, 2000 വരെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. 2009-ലാണ് എന്ത് വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നയം. ആ നിയമത്തിലാണ് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, തോൽപ്പിക്കാൻ പാടില്ല. അപ്പൊ അപ്പോഴാണ് 8ാം ക്ലാസ് വരെ നോ ഡീറ്റൻഷൻ, തോൽപ്പിക്കാൻ പാടില്ല, ആരെയും തോൽപ്പിക്കരുത് എന്നുള്ള ഒരു നിയമം വരുന്നത് 2009-ലാണ്. അതിനു മുമ്പ് ഇത് വലിയ തോതിൽ ലാൻഡ് സ്ലൈഡ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഈ 2009 ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അത് വെച്ചുകൊണ്ട് കുട്ടികളെ തോൽപ്പിക്കാൻ പറ്റില്ല. തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തോൽപ്പിക്കരുത് എന്നല്ല പറയുന്നത്, നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം, പിന്തുണ നൽകിയിട്ട് അവരെ പാസ്സാക്കി എടുക്കണം. അങ്ങനെയാണ്, അല്ലാണ്ട് എങ്ങനെ വെറുതെ തട്ടി കൊണ്ടുപോകണമെന്നല്ല വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ദർശനം എന്ന് പറയുന്നത്. കുട്ടികളെ സഹായിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ എടുത്ത നിലപാട്, കേരള സർക്കാർ എടുത്ത നിലപാട്, പരിഷത്ത് പല ഘട്ടങ്ങളിൽ എടുക്കുന്ന നിലപാട്, നമ്മുടെ അധ്യാപക സംഘടനകൾ എടുക്കുന്ന നിലപാട്, കുട്ടികളെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു നിലപാട്. പക്ഷെ ആ നിലപാടിന് നമ്മൾ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു മാറ്റം അടുത്ത കാലത്ത് വന്നു. അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ നിയമം ഭേദഗതി ചെയ്തു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ പല സെക്ഷൻസ് ഉണ്ട്, അതിലെ 16ാം സെക്ഷൻ അവർ ഭേദഗതി ചെയ്തിട്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നോട്ട് ഡീറ്റൻഷൻ പോളിസി തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തീരുമാനം എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് കുട്ടികളെ തോൽപ്പിക്കാതെ ഇത് നേരത്തെ ചെയ്തതുപോലെ മുകളിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും. പുതിയ വിദ്യാഭ്യാസ നയത്തിലൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാം. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പരീക്ഷ നടത്തുക, ആ പരീക്ഷ നടത്തി തോൽക്കാൻ അർഹരായവരെ തോൽപ്പിക്കുക, ബാക്കിയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ രീതിയിലുള്ള ഒരു നയവ്യതിയാനത്തിലേക്ക് 2019 കഴിഞ്ഞ മോദി സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, അതുപോലെ ദേശീയ തലത്തിൽ ഇടതുപക്ഷ MP-മാർ ഈ ഭേദഗതിയെ പാർലമെന്റിൽ അതിശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് വന്നപ്പോൾ കേരള സർക്കാർ തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടം വരുന്നു. അപ്പൊ കേരള സർക്കാർ അസന്നിഗ്ധമായി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. നേരത്തെ തുടർന്ന കുട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള ആ 2009 നിയമത്തിന്റെ ആ ഒരു സമീപനം തന്നെയാണ് ഞങ്ങൾ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചതെന്ന് കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപിച്ചിടത്ത് നിന്ന് സമീപകാലത്ത് വരുമ്പോൾ ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അടുത്ത ഒരു ആക്ഷേപം എന്ന് പറയുന്നത് A+നെ കുറിച്ചാണ്.
A+ കിട്ടിയവർക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും പറ്റുന്നില്ല, അവർക്ക് ഗുണനിലവാരമില്ല. ഈ ആക്ഷേപം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. സമാന്തരമായിട്ട് ഇവിടെ കുറെ സംവിധാനമുണ്ട്. കേരള ഗവൺമെന്റിന്റെ സിലബസ് മാത്രമല്ലല്ലോ, അല്ലേ? CBSEന്റെ സിലബസ് ഉണ്ട്, ICSEന്റെ സിലബസ് ഉണ്ട്. അവിടെയും ഏതാണ്ട് എല്ലാ കുട്ടികളും പരീക്ഷ 10ാം ക്ലാസ് 12ാം ക്ലാസ് റിസൾട്ട് കിട്ടുമ്പോൾ 99 പോയിന്റ്, അല്ലെ, ആ രീതിയിൽ തന്നെയാണ് അവിടെയും റിസൾട്ട് വരുന്നത്. മിക്കവാറും കേരള റീജിയനിൽ 100% റിസൾട്ട് വരുന്നത്. അതിലും ഒരുപാട് കുട്ടികൾ വലിയ തോതിൽ അവരുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള A+ന് തുല്യമായിട്ടുള്ള നിലവാരത്തിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ CBSEയിലെയും ICSEയിലെയും കുട്ടികൾ എല്ലാം എല്ലാവരും പാസ്സാവുകയും വളരെ വലിയൊരു ശതമാനത്തിന് ഈ തരത്തില് A+ പോലുള്ള വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ അതിൽ യാതൊരു കുഴപ്പം പലർക്കും തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർ പാസ്സാകാൻ യോഗ്യതയുള്ള ആൾക്കാരല്ലേ. CBSEയിലും ICSEയിലും ചേരുന്ന കുട്ടികൾ അവർ പാസ്സാകാൻ യോഗ്യതയുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ഈ പൊതുവിദ്യാലയങ്ങളിൽ കണ്ട എല്ലാവരും ഇങ്ങനെ കയറി വരികയില്ലെന്ന്, എല്ലാ വിഭാഗങ്ങളും കയറി വരികയില്ലെന്ന്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന ഈ പൊതുപരീക്ഷയിൽ അവിടെ വേണ്ട ഈ പരിപാടി, അത് എല്ലാവരും പാസ്സാകുന്ന പരിപാടി, എല്ലാവർക്കും അല്ലെങ്കിൽ നല്ലൊരു ശതമാനത്തിന് A+ കിട്ടുന്ന പരിപാടി, അതിലൊരു അസഹിഷ്ണുതയുണ്ട്. ആ അസഹിഷ്ണുതയാണ് പല രീതിയിൽ പലരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തുളുമ്പി പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ കാഷ്വലായിട്ടായിരിക്കും വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം അത് ബോധപൂർവ്വം പറഞ്ഞതായിരിക്കല്ലോ. ഈ പരീക്ഷ ഇവാലുവേറ്റ് ചെയ്യാൻ വന്ന ആളുകളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ അദ്ദേഹം ഒന്ന് കയറ്റി അടിച്ചേ ഉള്ളൂ. A+ കിട്ടിയവർക്കൊന്നും പേരൊന്നും എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവാലുവേഷൻ നന്നായി നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇത് ലീക്കായിപ്പോയി ഏതോ തരത്തിൽ. അങ്ങനെയാണ് ഇതൊരു പ്രശ്നമാവുന്നത്. പക്ഷെ അദ്ദേഹം പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അദ്ദേഹം കേരളത്തിലെ പാഠ്യപദ്ധതിയെ സംരക്ഷിക്കേണ്ട ഒരാളാണ്, അതിന്റെ ദർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തിയ ഒരാളാണ്, സർക്കാരിന് വേണ്ടി സംസാരിക്കേണ്ട ഒരാളാണ്. അങ്ങനെ സംസാരിക്കേണ്ട ഒരാൾ സർക്കാരിന്റെ ഒരു നിലപാടിന് എതിരായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. കാരണം കേരളത്തിൽ ഇത് കേവലം ഈ സമീപകാലത്ത് നമ്മുടെ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ വലിയ നമ്പർ കുട്ടികൾ പാസ്സാകുന്ന തനിയങ്ങ് ഉണ്ടാകുന്നതല്ല. ഇത് തനിയെ അങ്ങനെ ഉണ്ടാവുന്നതാണോ? ഇവിടെ SSL 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, നമുക്കറിയാലോ. അവിടെ നമ്മൾ ഈ പഠന ദിവസങ്ങളിലെ പഠന ദിനങ്ങൾ 210 220 എന്നുള്ള ഒരു ചർച്ച അവിടെ ഇല്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ ഹൈസ്കൂളുകളിൽ, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അധ്യാപകര് എത്ര ദിവസം വേണമെങ്കിലും കുട്ടികളുടെ പറയാൻ നിൽക്കാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറായി അവരെ രാപ്പകൽ, രാത്രി ക്ലാസ്സും വൈകുന്നേരം ക്ലാസ്സും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തായിട്ട് ഓരോ കോളനികളിലടക്കം പോയിക്കൊണ്ട് പഠന വീടുകൾ തുടങ്ങിക്കൊണ്ട് പല അധ്യാപക സംഘടനകൾ അവർ ഒരുപാട് സപ്പോർട്ടീവ് പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വളരെ ബോധപൂർവം ഇടപെട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു റിസൾട്ടാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ മാത്രം സഹായിച്ചുണ്ടാക്കുന്ന ഒരു റിസൾട്ടോ കോച്ചിങ് സെന്ററിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന റിസൾട്ടല്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന്, അതിന് മുന്നിൽ നിന്ന് നേരത്തെ ഖാദർ സാർ പറഞ്ഞ ആ അധ്യാപകര് അവർ മുന്നിൽ നിന്ന് നയിച്ച ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ 99.96% അല്ലെ റിസൾട്ട് അവസാനം കിട്ടുന്നത്. അപ്പൊ അത് കാണാതെ ഇങ്ങനെ റിസൾട്ട് വരുന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ അസഹിഷ്ണരാകുന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു കുഴപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇനി ഈ A+കാര് ചിലർക്ക് ചിലപ്പോൾ മലയാളം എഴുതുന്നതിൽ തെറ്റൊക്കെ വരുന്നുണ്ടാവാം. എത്ര പേരാണ് ഇപ്പൊ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നത്? മലയാളം സ്കൂളുകളിൽ എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ടോ? വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടോ? കഴിഞ്ഞ SSLC പരീക്ഷയിൽ 2023 SSLC പരീക്ഷയിൽ മീഡിയം വൈസ് നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ ആരാ കൂടുതൽ? ഇംഗ്ലീഷ് മീഡിയക്കാരാ കൂടുതൽ. കൃത്യമായ കണക്ക് 2023 SSLC 57.28% പേര് ഇംഗ്ലീഷ് മീഡിയമാണ്. 10 കൊല്ലം ഇതിന് താഴെ, ഇതിപ്പം 10 കൊല്ലം മുമ്പ് ചേർന്ന് വന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ 58%. അതിനുശേഷം ഇങ്ങനെ ഓരോ വർഷവും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന ആളുകളുടെ
ഇടക്കാലത്ത് ചില മാറ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംവിധാനത്തിൽ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സംഖ്യ എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമായ സംഖ്യയായിരിക്കും. സ്കൂളുകൾക്ക് പേരിനൊരു ഒരു ഒരു മലയാളം ഡിവിഷൻ ചിലപ്പോൾ ഉണ്ടാവും, പേരിന് 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ പേരിനുണ്ടാവും, അതിൽ 2-3 കുട്ടികളുണ്ടാവും. ബാക്കി മുഴുവൻ പേര് ഇംഗ്ലീഷ് മീഡിയം. പല സ്കൂളുകളിലും ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മലയാളം മീഡിയം എന്ന് പറയാൻ പറ്റൂല, അല്ല ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറയും? മലയാളം മീഡിയം എന്ന് പറയും. എന്നിട്ട് അവിടെ ഇത് അധ്യാപകരുടെ ഒരു ദയനീയാവസ്ഥയാണ്. ഇതാരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. നമ്മുടെ സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് നമ്മൾ സ്വയം വിശകലനം ചെയ്യുന്നുള്ള രീതിയിൽ കാണാം. അപ്പൊ ആ രീതിയിൽ മലയാളം പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇതെന്താ കണക്കിലെടുക്കാതെ? അപ്പൊ നമ്മുടെ ഡയറക്ടർ കണ്ട പേര് പോലും എഴുതാൻ അറിയാതെ ഈ 10ാം ക്ലാസ്സിലെ A+കാരൻ, അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല എഴുതിയിരിക്കുന്നത്. എല്ലാ പരീക്ഷ ഇംഗ്ലീഷ് മീഡിയത്തിൽ നന്നായി എഴുതിയിരിക്കുന്നു, നല്ല കാര്യം തന്നെ. അവൻ മലയാളം എഴുതുന്ന സമയത്ത് വേണ്ടത്ര മലയാളം പഠിക്കാത്തത് കൊണ്ട് അവരെ ഭാഗത്തുനിന്ന് തെറ്റുവന്നതായിക്കൂടെ. പക്ഷെ പഴി ആർക്കാണ്? അത് എല്ലാവർക്കും കാടടിച്ച് പൊതുവിദ്യാലയങ്ങളിലുള്ള കുട്ടികൾക്ക് നിലവാരമില്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് പോകുന്നു. അത് ധാർമ്മികമായിട്ട് ശരിയല്ല എന്നാണ് പറയാൻ. പിന്നെ ഗ്രേസ് മാർക്ക് എടുത്തു കളയണം. എന്താണ് ഈ ഗ്രേസ് മാർക്കിന്റെ ഒരു കാഴ്ചപ്പാട്? എന്തിനാ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടില്ല. എന്തിനാ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്? പാട്ട് പാടുന്ന കുട്ടികൾക്ക്, നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക്, നാടകം കളിക്കുന്ന കുട്ടികൾക്ക്, സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, സയൻസ് ശാസ്ത്രം ഇങ്ങനെ പല പല മേളകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എന്തിനാ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്? പലരും ആലോചിച്ചിട്ടുള്ള കാര്യം, എന്തിനാ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമഗ്ര വികസനമാണ്. ആ സമഗ്ര വികസനത്തിൽ പാട്ടുണ്ട്, കളിയുണ്ട്, നാടകമുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. കുട്ടികൾക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ അവരെ സർവ്വതോന്മുഖമായി അവരെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അവരെ വിലയിരുത്തുകയും അവരുടെ കഴിവുകൾ നിർണ്ണയിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സമഗ്രമായ വിദ്യാഭ്യാസ സംവിധാനം നമുക്കില്ല. നമുക്കുള്ള, നേരത്തെ ഗാദർ സാറ് പറഞ്ഞു, മലയാളം മാഷ്, ഇംഗ്ലീഷ് മാഷ്, സോഷ്യൽ സയൻസ് മാഷ് എന്നുള്ള രീതിയിൽ കുറച്ച് മാഷന്മാര് കുറച്ച് വിഷയങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. സമഗ്ര വികസനമായിട്ടില്ല. പക്ഷേ ഈ പഠനത്തിനോടൊപ്പം തന്നെ ഒരു പ്ലസ് ചേർത്ത് ഒരു കുട്ടി നാടകാഭിനയത്തിന് പോകുന്നു, നല്ല കാര്യമല്ലേ? ഒരു കുട്ടി പ്ലസ് ചേർത്ത് സോഷ്യൽ സർവീസിന് പോകുന്നു, നല്ല കാര്യമല്ലേ? NSS അല്ലെങ്കിൽ NCC, കായിക പരിശീലനം, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് ഈ സ്കൂളിലുള്ള പഠനത്തിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. അവിടുത്തെ ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വരുന്ന ഒരു നഷ്ടമുണ്ട്. മുഴുവൻ വിഷയങ്ങളും മറ്റുള്ള കുട്ടികളെ പോലെ തുല്യ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും. തുല്യമായിട്ട് പഠിക്കാൻ വേണ്ടി അവർക്ക് അവസരം കിട്ടുന്നില്ല. കാരണം അവരിങ്ങനെ പോകുന്നതുകൊണ്ടാണ്. പോകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അത് ഉണ്ടാവേണ്ടതാണ്. അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം, അല്ലെ? കലക്കും ഡ്രില്ലിനൊന്നും മാഷന്മാരില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു വെയിറ്റേജ്, അതാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. അവർ മുഴുവൻ സമയം പഠിച്ചിരുന്നെങ്കിൽ കിട്ടാവുന്നത് എന്ന് കണക്കാക്കിയിട്ട് ഒരു വെയിറ്റേജ്. ആ വെയിറ്റേജിലൊക്കെ ചിലപ്പോൾ കുറച്ചധികമാണെങ്കിൽ അതൊക്കെ പുനരാലോചിക്കാം. പക്ഷെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സമ്പ്രദായം അശാസ്ത്രീയമാണ്, പാടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ എന്തായാലും പറ്റും. പിന്നെ ഈ ഗ്രേസ് മാർക്ക് എത്ര ശതമാനം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും? നമ്മുടെ കണക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു 10% താഴെ വരാനേ സാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ കുട്ടികളൊന്നും നേടുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ മേലെ കയറി ഇത് ആകെ മാർക്ക് വാരി കൊടുക്കുകയാണ്. മറ്റൊരു അഭിപ്രായം CE കുറിച്ചാണ്. CE കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാഠ്യപദ്ധതിയുടെ വളരെ അടിസ്ഥാനപരമായ ഒരു ദർശനമായിരുന്നു CE എന്ന് പറയുന്നത്. അത് കേവലമായ ഒരു വിദ്യാഭ്യാസ പരിഷ്കാരമല്ല. നമ്മുടെ പഠനരീതി, പ്രക്രിയാധിഷ്ഠിതമായ പഠനരീതിയുടെ ഭാഗമായി, ആ പ്രക്രിയ നടക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെ വിലയിരുത്തിക്കൊണ്ട് അവരെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു പിന്തുണ പരിപാടിയാണ് CE. അതിന്റെ ഭാഗമായി ഒരു ഇന്റേണൽ അസസ്മെന്റ് നടത്തി ചില ഐറ്റംസ് എടുത്ത് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ, ചില ഇനങ്ങൾ, അസൈൻമെന്റ് അല്ലെങ്കിൽ സെമിനാർ, ഇങ്ങനെ ചില ഇനങ്ങൾ എടുത്തിട്ട് അവർക്ക് ഒരു അതിനുള്ള പ്രകടനം, ഇതും പരീക്ഷയിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. കാരണം കേവലമായ എഴുത്ത് പരീക്ഷക്കപ്പുറം വ്യത്യസ്തമായ കഴിവുകൾ പരിശോധിക്കണമെങ്കിൽ വ്യത്യസ്തമായ പ്രകടന രീതികൾ ഉണ്ടാവണം. അപ്പോൾ അവർ സെമിനാർ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്നു,
അല്ലെങ്കിൽ അസൈൻമെന്റ് തയ്യാറാക്കുന്നു. ഇതിനൊക്കെ വേണ്ടി പല രീതിയിലുള്ള കുട്ടികളുടെ കഴിവുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ആ കഴിവുകളെ അസസ് ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ സമഗ്രതയ്ക്ക് വേണ്ടി, ഇവാലുവേഷന്റെ സമഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, CE കൊണ്ടുവന്നത്. ആ CE ആദ്യത്തെ എപ്പോഴത് കൊണ്ടുവന്ന് 97 പാഠ്യപദ്ധതി വരുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇതെപ്പോഴാ 10ാം ക്ലാസ്സിലേക്ക് വന്നത്? 2005 മാർച്ചിൽ അല്ലെ? 2005 മാർച്ചിലാണ് പിന്നെ നമ്മുടെ CEക്ക് മാർക്ക് 20 സ്കോർ വെച്ച് കൊടുക്കുന്ന സമ്പ്രദായം അല്ലെ സുധർമാഷ? 2005 പരീക്ഷയോട് കൂടിയാണ് 10ാം ക്ലാസ്സിൽ വരുന്നത്. ആദ്യ വർഷങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യ വർഷങ്ങളിൽ അനുഭവമുള്ളവർക്കറിയാം, ആദ്യ വർഷങ്ങളിൽ ഈ CE ഏതാണ്ട് ഫലപ്രദമായിട്ട് തന്നെ നടന്നിരുന്നു അല്ലേ പക്ഷെ? സ്കൂളുകളിൽ കുട്ടികൾ അസസ് ചെയ്ത് തന്നെ ഗ്രേഡ് ഇട്ട് അല്ലെ സ്കോർ ഇട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് സമിതികൾ പിന്നെ വിദ്യാലയങ്ങളിൽ വന്ന് അത് പരിശോധിച്ച് അതിൽ ഏറ്റക്കുറച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നിർദ്ദേശിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 1, 2, 3 വർഷം ഒരുവിധം ഈ CE നടന്നു. പിന്നെന്താ പറ്റിയ? CE പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? കുട്ടികളുടെ കുറ്റമാണ്. കുട്ടികളുടെ കുറ്റമാണോ? അപ്പൊ കുട്ടികൾക്ക് ഇന്ന് നിങ്ങൾ 20-ൽ 20 സാർവത്രികമായിട്ട് കൊടുക്കുന്നുവെങ്കിൽ ആ ഒരു 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 സർവാണി സദ്യയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ആര് കുറ്റക്കാരില്ല? കുട്ടികൾ കുറ്റക്കാരില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിമർശകർ പറയേണ്ടത് CE എടുത്ത് കളയാനല്ല പറയേണ്ടത്. CE എന്ന് പറയുന്ന നിലപാട് ശരിയാണ്, ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. പക്ഷെ അതിപ്പോഴെങ്ങനെ നടക്കുന്നില്ല? ശരിയായ രീതി നടക്കുന്നില്ല. അത് ശരിയായ രീതി നടത്താൻ വേണ്ടിയിട്ട് ഇടപെടൽ വേണമെന്ന് പറയേണ്ട ആൾക്കാരാണ്, അത് പറയുന്നില്ല. അപ്പൊ അത്തരത്തിൽ CE കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട്. പിന്നെ വരുന്നത് ഗ്രേഡിങ് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഈ ഗ്രേഡിങ് കൊണ്ടുവരുന്നതിന് ഒരു ഫിലോസഫിയാണ്, അതിനൊരു കാഴ്ചപ്പാട്. എന്താണ് ഗ്രേഡിങ്ങിന്റെ കാഴ്ചപ്പാട്? അതുവരെ നമ്മൾ 0 മുതൽ 100 മാർക്ക് വരെ, 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, അങ്ങനെ എടുത്താൽ 101 ലെവലിൽ കുട്ടികളെ നിർത്താൻ പറ്റും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് 88 മാർക്കുകാരൻ 89 മാർക്കുകാരൻ എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു യുക്തിരാഹിത്യമുണ്ട്. ശരിയല്ല. ഒരാള് ഇത് പരീക്ഷാ പേപ്പർ മാർക്ക് വാല്യൂ ചെയ്യുമ്പോൾ അയാളുടെ വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും ഇതിൽ റിഫ്ലക്ട് ചെയ്യും. മാഷുടെ അയാളുടെ മനസ്സ്, അയാളുടെ മാനസികാവസ്ഥ എല്ലാം റിഫ്ലക്ട് ചെയ്യും. അക്കൊല്ലം വന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ അതതിനെ സ്വാധീനിക്കും. അങ്ങനെ കുട്ടിയുടെ വീട്ടിൽ അന്തരീക്ഷം അല്ലേ, വീട്ടിൽ അന്തരീക്ഷം കുട്ടിയെ സ്വാധീനിക്കും, കുട്ടികളുടെ മാനസികാവസ്ഥ സ്വാധീനിക്കും. അങ്ങനെ എത്ര വേരിയബിൾസ് ആണ് ഈ 88-ഉം 90-നും 89-നും ഇടയിൽ കിടന്ന് കളിക്കുന്നത്. അപ്പൊ ഒരിക്കലും തന്നെ 88, 89, അതുകൊണ്ട് 89കാരൻ മിടുക്കാൻ 88കാരൻ പോരാ എന്ന് പറയുന്നതിൽ ഒരു യുക്തിരാഹിത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തുകൊണ്ട് വന്നേ ഈ ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നേ. അതും പൂർണ്ണമായി ശരിയാണെന്നല്ല, അതൊരു സിസ്റ്റം, തൽക്കാലം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്നേ പറയുന്നു. മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്താൽ ആ ഗ്രേഡിംഗ് സിസ്റ്റവും ഫലപ്രദമാവും. അപ്പൊ ഇപ്പം വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ ഗ്രേഡിങ് വന്നതുകൊണ്ട് മാർക്കില്ലാത്തത് കൊണ്ട് ഒരു പ്രവേശനത്തിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കുട്ടികളെ അസസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഗ്രേഡിങ് വെച്ചിട്ട് എന്താ ഇപ്പൊ 11ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കുന്നില്ലേ? ഈ ഗ്രേഡിങ് വെച്ചിട്ടല്ലേ അതിനൊരു ഫോർമുല ഉണ്ടാക്കിയിട്ട് +1ലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ആരും ഇതുവരെ അതിനെപ്പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സാധിക്കുമെന്ന് കേരളം തെളിയിച്ചിട്ടുണ്ട്. ഗ്രേഡിങ്ങിനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ തുടർ പഠനം സാധ്യമാക്കാം, സെലക്ഷൻ സാധ്യമാക്കാം എന്ന് തെളിയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഗ്രേഡിങ് വലിയ കുഴപ്പമാണ്, അത് വേണ്ട, അതിൽ കുട്ടികളെ കൃത്യമായി വേർതിരിക്കുന്നില്ല, മിടുക്കനാരാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമുക്ക് പ്രൊഫിഷ്യൻസി കൊടുക്കാൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമുക്ക് റാങ്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ബോർഡ് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല, നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് പഴയ മാർക്ക് സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ എത്രമാത്രം പുറകോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഓരോ വിമർശനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരാളുടെ മനസ്സിൽ, ഇത് പറയുന്ന ഒരാളുടെ മനസ്സിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയാണ്. പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന സമൂഹത്തിന്റെ മനസ്സാണ്. ആ സമൂഹ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ച് വേണം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ, തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്
പറയേണ്ടി വരുന്നത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നത്, ദേശീയ തലത്തിൽ നടക്കുന്ന പല എൻട്രൻസ് പരീക്ഷകളിലും സമീപകാലത്തായി കേരളത്തിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, പിറകോട്ട് പോകുന്നു. അതിന് വലിയ വിശദീകരണം നമുക്ക് പറയാനില്ല. കാരണം ഈ എൻട്രൻസ് പരീക്ഷകളിൽ ആരാ ജയിക്കുക? ഈ ഞാൻ നേരത്തെ പറഞ്ഞ തോറ്റു പോകുന്ന 65% തോറ്റു പുറത്തുപോയ പട്ടികവർഗക്കാരനൊന്നും അല്ല. കുറച്ചുപേർ അതിൽ നിന്ന് വരും. പക്ഷെ മഹാഭൂരിപക്ഷം എൻട്രൻസ് പരീക്ഷകളിൽ മികച്ച റാങ്ക് നേടി, നീറ്റിൽ അല്ലെങ്കിൽ മറ്റേത് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടി മുന്നിൽ വരാൻ പോകുന്ന ആരാണ്? അതിൽ CBSE-കാരനല്ലേ? എന്താ അവന് മട്ടുണ്ടായി പോകുന്നത്? അവൻ കേരളക്കാരനായ CBSE-കാരനല്ലേ? അതിൽ ICS-കാരില്ലേ? കേരളക്കാരായ ICS-ലെ കുട്ടികൾക്ക് എന്തായിട്ട് പറ്റാതെ? നമ്മുടെ എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരുടെ, എല്ലാ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ, വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ, വലിയ വരുമാനമുള്ളവരുടെ ആളുകളുടെയും വലിയ തോതിൽ എവിടെ വേണമെങ്കിലും അയച്ച് കോച്ചിങ് നടത്തി കുട്ടികളെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്ന ആളുകളുടെ മക്കൾ ഈ പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. അവർ മലയാളികളല്ലേ? അപ്പൊ കിട്ടുന്നില്ലെങ്കിൽ അത് വാസ്തവത്തിൽ ദേശീയ പരീക്ഷകൾ നമ്മൾ വിജയിക്കുന്ന മുന്നിൽ എത്തുന്നില്ലെങ്കിൽ കുഴപ്പം പറയേണ്ട പിറകിലോനെ പറ്റിയിട്ടല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? മുമ്പിൽ നിൽക്കുന്ന ഈ പറയുന്ന വിഭാഗങ്ങളിൽ അവർക്കിത് നേടാൻ എന്തോ കുഴപ്പമുണ്ട്. അവരുടെ കുഴപ്പമാണോ? പരീക്ഷയുടെ കുഴപ്പമാണോ? കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ നമ്മൾ കണ്ടു. പരീക്ഷയുടെ കുഴപ്പം നമുക്ക് മനസ്സിലായി. പരീക്ഷയുടെ അല്ല, അത് നടത്തിയ ആളുകളുടെ കുഴപ്പം മനസ്സിലായി. എങ്ങനെയാണ് ഒരു ചില പ്രദേശങ്ങളിൽ റാങ്കുകൾ ഇങ്ങനെ അടിച്ചു കയറുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോ ഇത്തരം കാര്യങ്ങൾ വെച്ച് ഇതും കേരളത്തിലെ വിദ്യാഭ്യാസം തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആക്കിയിട്ട് ഓരോരുത്തർ കാണിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് മുൻനിരയിൽ നിൽക്കേണ്ട, അതിനുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള, അതിനുള്ള എല്ലാ മൂലധനവുമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നല്ലേ ആലോചിക്കേണ്ടത്. അതും ഈ പാവപ്പെട്ടവരെ തലയിൽ വെച്ചുകൊണ്ട് ഇവനെ പുറത്താക്കാത്തത് കൊണ്ടാണ് നിലവാരം ഉയരാത്തത് എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരുപാട് വാദങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ശരിയാണല്ലോ തോന്നും. അതാണ് ഈ വാദങ്ങളുടെ ഒരു പ്രത്യേകത. പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ, അത് ശരിയാണെന്ന് തോന്നുന്ന നമ്മുടെ മനസ്സിനെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കി, നേരത്തെ സാർ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ക്രിറ്റിക്കൽ റിഫ്ലക്ഷൻ. അങ്ങനെ നടത്തി നമ്മളെ ആദ്യം, നമ്മുടെ നിലപാടുകളെ ആദ്യം നമ്മൾ കൃത്യമാക്കുകയും ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ നിലപാടുകളെ കൃത്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നത്. ഞാൻ വളരെ കൂടുതൽ ഇനി ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഏതായാലും ഗുണനിലവാരം ഉയർത്താൻ ഇങ്ങനെ മാർക്ക് കുറക്കലോ അല്ലെങ്കിൽ കുറെ ആളെ അരിച്ചു മാറ്റലോ അല്ല. പിന്നെ ഒരു വാദം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വാദമുണ്ട് ഇപ്പോൾ. അതായത് എഴുത്ത് പരീക്ഷയിൽ എന്ത് വേണം? മിനിമം 30 മാർക്ക് നേടിയവർ പാസ്സായത്. പറയാൻ വളരെ എളുപ്പമാണ്, കേൾക്കാൻ വളരെ ശരിയുമാണ്. 30 മാർക്ക്, അത് കുറച്ച് മാർക്കല്ലേ ഉള്ളൂ, എന്താ അങ്ങനെ ആയാലും എന്താ കുഴപ്പം? പെട്ടെന്ന് നമുക്ക് തോന്നും. ഞാനൊരു കണക്ക് പറയാം. കേരളത്തിൽ കഴിഞ്ഞ 2024 മാർച്ച് SSLC പരീക്ഷയുടെ കണക്ക് വെച്ചിട്ട് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റും, ആ വാദത്തെ. എന്ന് പറഞ്ഞാൽ അന്നത്തെ റിസൾട്ട് 99.69%, കഴിഞ്ഞ റിസൾട്ട്. ഇതിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവര് 16.83%. അതവിടെ ഇരിക്കട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ D+ C+ നേടിയവരെത്ര? കാരണം 30 മാർക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് മിനിമം കിട്ടണം എന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നം, അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുക ആരാണ്? ഈ CE അങ്ങോട്ട് മാറ്റിവെച്ച് ഈ എഴുത്ത് പരീക്ഷയെ മാത്രം നമ്മൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ സംഭവിക്കുക, അവിടെ D+കാരും C ഗ്രേഡുകാരുമാണ് ഈ 30% മാർക്ക് നേടുന്നതിൽ താഴെ നിൽക്കുന്നവരെയാണ് നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നത്? D+, C+, സിയും D+ ആക്കി മാറ്റി നിൽക്കുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? 30 മാർക്ക് കിട്ടാത്ത ആൾക്കാർ, 30% കിട്ടാത്ത ആൾക്കാർ. അപ്പൊ അവരുടെ ഒരു കണക്കെടുത്താൽ ഈ D+ഉം C-യും കിട്ടുന്നവരാരൊക്കെ, എത്ര ശതമാനം ആളുകളുണ്ട്, ഏതൊക്കെ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ നോക്കിയാൽ, അങ്ങനെ കിട്ടാത്തവരെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചാൽ തോൽപ്പിക്കുന്നവരുടെ ഒരു കണക്ക് പറയാം. പുതുതായി തോൽപ്പിക്കുന്നവരെ, ഇപ്പൊ തോൽക്കുന്നില്ല 99.69, പക്ഷെ പുതുതായി നമ്മളിങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തോൽപ്പിക്കാൻ പോകുന്നവര് ഓരോ വിഭാഗത്തിൽ നിന്ന് എത്ര ശതമാനം വരും? ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതി C+ഓ C-യോ D+ഓ നേടിയ
കുട്ടികൾ തോറ്റാൽ 16% കുട്ടികൾ പുതുതായി തോൽപ്പിക്കപ്പെടും ജനറൽ വിഭാഗത്തിൽ. SC/SC നിന്ന് 45.6% കുട്ടികൾ ഇത് നമ്മൾ ഏർപ്പെടുത്തി തോൽപ്പിക്കപ്പെടും. ST വിഭാഗത്തിൽ നിന്ന് 62.5% പേര് തോൽപ്പിക്കപ്പെടും പുതുതായിട്ട്. OBCയിൽ നിന്ന് 27.5% പേര് തോൽപ്പിക്കപ്പെടും. OEC വിഭാഗത്തിൽ നിന്ന് 32.4% പേര് തോൽക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ചാക്കീരി പാസിന്റെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ തോതിൽ നമ്മൾ മാറിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഇവർ പല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം സംവരണം എടുത്തു കളയാന്നെല്ലാം പറയുന്ന മാതിരി, സംവരണം എടുത്തു കളയാന്ന് പറയുന്ന മാതിരി ഇതുമാതിരിയുള്ള പിന്തുണാ സംവിധാനങ്ങളിൽ ഇനി എടുത്താൽ കളഞ്ഞുവിടുകയും ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 30 മാർക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തോറ്റ് പോവുക ST വിഭാഗത്തിൽ, SC വിഭാഗത്തിൽ, OEC വിഭാഗത്തിലൊക്കെ പെട്ട കുട്ടികളാണ് എന്നുള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാടെന്താണ്? ഇങ്ങനെ ഒരു ഒറ്റമൂലി കൊണ്ട് കുറേ ആളെ അരിച്ചു മാറ്റിയാൽ വിദ്യാഭ്യാസ നിലവാരം കൂടുമോ? അതോ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മറ്റ് പല രീതികളിൽ നമ്മുടെ സർക്കാർ നൽകി വരുന്ന പിന്തുണ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ആ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ 1 മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നമ്മൾ ആലോചിച്ചിരുന്നൊരു ഘട്ടത്തിൽ അക്കാദമിക് മോണിറ്ററിങ്ങിന് സംവിധാനം ഉണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴോ ദുർബലപ്പെട്ടു, ഇപ്പോൾ അത് നടക്കുന്ന പോലുമില്ല. ഏജൻസികളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് ഫലപ്രദമായി നടക്കുന്നില്ല. പരീക്ഷ കഴിഞ്ഞാൽ വിശകലനം നടക്കുന്നുണ്ടോ സംശയമാണ്. മലയോര തീരദേശ മേഖലകൾ സവിശേഷമായി പരിഗണിച്ചിട്ടുള്ള ചില പ്രത്യേക ഇടപെടലുകൾ നടത്തണം. ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനകീയമായ പിന്തുണയോടുകൂടി, അധ്യാപകരുടെ പിന്തുണയോടുകൂടി, അധ്യാപക സംഘടനകളുടെ പിന്തുണയോടുകൂടി നമുക്ക് ഈ പിന്നാക്കം നിൽക്കുന്ന C-കാരനെയും D+കാരനെയും എന്തുകൊണ്ട് നമുക്ക് 30-ന് മേലെ എത്തിക്കുന്നതിനെ പറ്റി ആലോചിച്ചൂടാ. 30 ക്രൈറ്റീരിയമാണ് വെച്ചത്. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഇവരെ പിന്തുണ കൊടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിക്കുക, പറ്റുമെങ്കിൽ ഒരു 50% ശേഷികൾ നേടുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക, 50% സ്കോറുകൾ നേടുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക. ഈ രീതിയിൽ ചെയ്യുന്ന ഒരു ചിന്തക്ക് പകരം ആ ചിന്തകളെല്ലാം മാറ്റിവെച്ച്, ഈ ചിന്തകൾ മുഴുവൻ വരുന്നത് പാഠ്യപദ്ധതിയുടെ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു രാഷ്ട്രീയ ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. അത്തരം ചിന്തകളെല്ലാം മാറ്റിവെച്ച് കേവലമായ ഒരു 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 നമ്മുടെ തത്വങ്ങൾക്ക് പാഠ്യപദ്ധതിയുടെ ദർശനത്തിനൊന്നും ചേരാത്ത രീതിയിൽ ഒരു മിനിമം മാർക്ക് വെച്ച് കുറേ ആളുകൾ അരിച്ചു മാറ്റിക്കൊണ്ടാണോ നമ്മൾ ഈ തരത്തിൽ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ ചിന്തിക്കുന്ന സമൂഹം അതിൽ ഇടപെടേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മുടെ പൊതുമനസ്സ് ഇങ്ങനെയാണോ, നമ്മുടെ ആളുകളെല്ലാം ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം ഈ പൊതുമനസ്സെന്ന് പറയുന്നത് പൊതുമനസ്സെന്ന് പറയുന്നത് പല രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. ആ പൊതുമനസ്സ് നിർമ്മിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. ആ പൊതുമനസ്സ് നിർമ്മിക്കുന്നതിൽ മാതൃഭൂമിയുടെ ചർച്ചയിൽ നിങ്ങൾ നോക്കിയാൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് മുഴുവൻ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? സ്കൂൾ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ പിന്നെ ഉള്ള പ്രഗത്ഭരായ സാഹിത്യകാരന്മാരൊക്കെ അഭിപ്രായം പറഞ്ഞു സ്കൂളിൽ എങ്ങനെ പഠിപ്പിക്കണം. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിൽ പല മേഖലകളിലുള്ള പല കാഴ്ചപ്പാടുകളുള്ള പഴഞ്ചൻ ചിന്താഗതികളെ അല്ലേ അമർന്നിരുന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പഴയ രീതിയിൽ മണലെല്ലാം തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അക്ഷരം എഴുതി പഠിപ്പിച്ചാൽ ശരിയാവുന്ന വിചാരിക്കും. പല രീതിയിൽ ഇങ്ങനെ പലതരം ചിന്താഗതിയുള്ള ആൾക്കാരുടെ ആശയങ്ങൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് പറയാ പ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. ആ പൊതു കാഴ്ചപ്പാടിന് ചിലപ്പോൾ ഒരു പാർലമെന്ററി സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരുകൾക്ക് അത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. അതിന്റെ ഭാഗമായി ചില ചർച്ചകളൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. പക്ഷെ ആ ചർച്ചകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ രീതി തീരുമാനങ്ങളിലേക്ക് പോകരുത്. ഇത്ര മാത്രമേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്നത്. ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആഹ്വാനമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ഭാഗമായി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കണമെന്നും സാർ അവസാനം പറഞ്ഞ ആ ഗുണത എന്ന് പറയുന്നത്, അതുപോലെ തുല്യത എന്ന് പറയുന്നത്, ഈ 2 കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനമനസ്സിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പരിപാടി എന്ന നിലയിലാണ് പരിഷത്ത് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്.